For legendary actors, അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം നമ്മൾ അഭിനയിക്കുന്ന ഒരു പടത്തിനകത്ത് നമ്മൾ വിളിക്കുന്ന ഒരു ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും നമുക്ക് എന്താ പറയുക, സന്തോഷത്തോടെ അവർക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു മൂമെന്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇട്ടാൽ അങ്ങനെ വന്നാൽ നന്നായിരിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് എല്ലാവർക്കും ഇല്ല. അത് ഇഷ്ടപ്പെടുകയും അതിനെപ്പറ്റി അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം നമ്മൾ എളിയ സജഷൻസ് പറയാറുണ്ട്. നമ്മൾ ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യാറില്ല. ഹലോ, രാം സാറിനോടാണ്. സിനിമയില് ഈ ഒരു ഇപ്പൊ സായ് കുമാർ എന്ന് പറഞ്ഞ നടന്റെ ആ കുടുംബം, അദ്ദേഹത്തിന്റെ അച്ഛൻ, അങ്ങനെ ആ കുടുംബം ഒരു കലാകുടുംബം പോലെ വന്നിട്ടുണ്ട്. അതുപോലെ എന്നും പിള്ള. ഇപ്പൊ മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ 48 വർഷമായി, 9 വർഷമാകുന്നു. അദ്ദേഹത്തിന്റെ മകൻ വന്നു, അതിനുശേഷം ഇപ്പൊ മകൾ വന്നു. അപ്പോൾ ആ ഒരു കലാകുടുംബം മലയാള സിനിമയിലേക്ക് പൂർണ്ണമായും വരിക, അതില് അങ്ങനെ തൃപ്തനാണോ? എന്താണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറയാനുള്ളത് അതിനെക്കുറിച്ച്? അത് ഇപ്പം എൻ്റെ ഒരു കാര്യം, അവർ രണ്ടുപേരും ഒരു ആക്ടറോ ആക്ട്രസ് ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഞങ്ങളുടെ കുടുംബവും ചിന്തിച്ചിട്ടില്ല. അത് സംഭവിച്ചാണ്. പക്ഷെ ഇവരുടെ കാര്യം അങ്ങനെയല്ല. ഇവരുടെ സ്റ്റേജിൽ നിന്നാണ് അല്ലേ, അവർ അവരുടെ ഫാമിലിയായിട്ട് അത് തുടങ്ങി, അവരെപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബവും ഇപ്പോൾ എൻ്റെ സുച്ചിയുടെ ഫാമിലി ആയാലും ഒക്കെ സിനിമയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫാമിലിയിൽ നിന്ന് സിനിമയിലായിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഇത് ബ്യൂട്ടിഫുൾ ജോബ്, നല്ലൊരു സൗന്ദര്യമുള്ള ജോലിയാണ് അഭിനയിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സന്തോഷം. പിന്നെ ആസ് ആൻ ആക്ടർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എനിക്ക് നല്ല എഴുത്തുകാരെ കിട്ടി, തിരക്കഥാകൃത്തുക്കളെ കിട്ടി, സംവിധായകരെ കിട്ടി, കൂടെ അഭിനയിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ആൾക്കാരെ കിട്ടി. അവരുടെയൊക്കെ ഒരു ഓർമ്മയും അവരുടെയൊക്കെ ഒരു സ്നേഹത്തിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ഈ കുട്ടികൾക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അല്ലാതെ എൻ്റെ ഫാമിലിയിൽ 2 പേരെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കാര്യമില്ല. ഇവരൊക്കെ അത് പ്രൂവ് ചെയ്ത് അവരെ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ആക്ടറിന് ഒരു നല്ല വേഷം കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ്, ഏത് ആക്ടറായാലും. അപ്പം ഇവർക്കും അങ്ങനെ നല്ല വേഷങ്ങൾ കിട്ടട്ടെ, നല്ല സംവിധായകരെ കിട്ടിയിട്ട് കൂടെ അഭിനയിക്കാൻ. പക്ഷേ എനിക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ച പലരും നമ്മുടെ കൂടെ ഇല്ല. ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു. അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സും ഇവരുടെ സപ്പോർട്ടും നേരത്തെ സായി പറഞ്ഞ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് വളരെയധികം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. നമ്മൾ ദ്രവിഡ് ചേട്ടനായിട്ടോ ഗോപി ചേട്ടനായിട്ടോ അല്ലെങ്കിൽ വാസി സാറുമായിട്ടോ നസി സാറോ അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. ശിവാജി ഗണേശനായാലും അമിതാഭ് ബച്ചനായാലും നാഗേശ്വര റാവ് സാറോ രാജ്കുമാർ സാറൊക്കെ ആയിട്ടുള്ള ഒരു ലെജൻഡറി ആക്ടേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കിട്ടാൻ സാധ്യത കുറവാണിപ്പോൾ. അവരൊക്കെ പോയി, എന്നാലും അവരൊക്കെ സ്മരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഓൾസോ ബ്ലെസ്ഡ്. അവർക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കും. അതിന്റെ പ്രൈസസും എത്രമാത്രമുണ്ട് കൂടെ വർക്ക് ചെയ്തത് എന്താ മനസ്സിലായി? ലാലേട്ടനൊരു വിസ്മയമാണ് മലയാളം. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി പറയാം, എല്ലാ രീതിയിലും ആസ് ആൻ ആക്ടർ പേഴ്സണൽ ലൈഫിലും ഒക്കെ അദ്ദേഹം വലിയ മാതൃകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ട് പലരും ഞാൻ അജിമ തള്ളിയതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയും, ലാലേട്ട് എൻ്റെ ഒരു പുസ്തകത്തിൽ തന്നെ ഞാൻ ലാലേട്ടിൻ്റെ അനുവാദത്തോട് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇത് മുന്നിലിരുത്തിക്കൊണ്ട് പറയുകയാണ്. അതൊക്കെ നടന്ന സംഭവമാണ്. ഞാൻ വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ മോള് അത് ഞാൻ അധികം ദിവസം മോളായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ മോളെ കണ്ട ആ നിമിഷം മുതൽ അത്രയും ഡൗൺലോഡ് ആയിട്ടുള്ള, അത്രയും സിൻസിയറായിട്ടുള്ള ഒരു കുട്ടി. ആ ചിരിയിൽ തന്നെ അത് കാണാം, അത്ര സിൻസിയറാണ്. അപ്പോൾ അതാണ് വിസ്മയ. എനിക്ക് അത്രയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത്ര ഇടയ്ക്ക് വന്ന ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി വിസ്മയ എന്താണെന്ന്. അപ്പോൾ ഇനി വിസ്മയ എന്ന ആക്ട്രസ് എന്താണെന്ന് നമ്മൾ 7-ാം തീയതി കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് സന്തോഷമാണ് ഈ സിനിമയിൽ വരാൻ കഴിയുന്ന. ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് എന്ന് പറഞ്ഞതുപോലെ ലാലേട്ടൻ്റെ മകൻ്റെയും മകളുടെയും കൂടി അഭിനയിക്കാൻ സാധിക്കുക അത് അപൂർവമായൊരു ഭാഗ്യമാണ്. ഈ തുടക്കം സിനിമയിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടായിരിക്കുക. ആ സിനിമയിൽ വരാൻ കഴിയുന്നത് നല്ല റോളൊക്കെയാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഏറ്റവും മനോഹരമായൊരു നിമിഷമുണ്ടായത്
ഈ എൻ്റെ അവസാന ദിവസം, അതായത് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസം എല്ലാവർക്കും യാത്ര പറഞ്ഞു പോകുന്ന നേരത്ത് വിസ്മയെ ഞാൻ ചോദിച്ചു, വിസ്മയ കയറവല്ലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വിസ്മയ വീട്ടിൽ ഇറങ്ങി വന്നു. ഞാൻ മോളോട് പറഞ്ഞു, മോളെ എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു, ഞാൻ ഇന്ന് പോവുകയാണ്. ഓ ശരി ചേട്ടാ, സന്തോഷം. ഞാൻ പറഞ്ഞു, മോളുടെ അച്ഛൻ്റെ സിനിമയിൽ നാളെ രാവിലെ ഞാൻ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞു. ആ ഒറ്റ ദിവസം രാവിലെ ലാലേട്ടനോട് ഞാൻ അതിമനോഹരത്തിൽ അഭിനയിക്കാൻ പോകണം. അതൊരു വല്ലാത്ത മൂമെൻ്റാണ്. മകളുടെ സിനിമയിൽ നിന്ന് അച്ഛൻ്റെ സിനിമയിലേക്ക്. ഇനി ചിലപ്പോൾ ഒരു അതിമോഹമാണ് പോലെ ദിനേശാന്ത് ലാലേട്ടൻ പറയരുത്. ഇനി ലാലേട്ടൻ്റെ സിനിമയിൽ ഞാൻ അവസാനം പറയും, ലാലേട്ട ഞാൻ വിസ്മയുടെ പടത്തിലേക്ക് നാളെ രാവിലെ ജോയിൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാവേണ്ടത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് സന്തോഷമാണ്. തുടക്കത്തിലെ എല്ലാവിധ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.